ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങി. 3600 രൂപയാണ് ഈ മാസം ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. വർദ്ധിപ്പിച്ച പെൻഷൻ 2000 രൂപയും ഒരു ഗഡു കുടിശ്ശിക 1600 രൂപയും ഉൾപ്പെടുത്തിയതാണിത്. നേരത്തെ ഉണ്ടായിരുന്ന 5 മാസത്തെ കുടിശ്ശിക തദ്ദേശ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഘട്ടം ഘട്ടമായാണ് കൊടുത്തു തീർത്തത്. ക്ഷേമ പെൻഷൻ വിതരണത്തിനായി 1864 കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് 1042 കോടി രൂപയും ഒരു ഗഡു കുടിശ്ശിക വിതരണത്തിന് 824 കോടി രൂപയുമാണ് അനുവദിച്ചത്. ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുകയാണെന്ന് ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചിരുന്നു. അടുത്ത അറിയിപ്പ്, നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷയ്ക്കു തയ്യാറെടുക്കുന്നവർക്കുമായി സർക്കാർ പ്രഖ്യാപിച്ച പുതിയ സ്കോളർഷിപ്പിനുള്ള മാനദണ്ഡങ്ങൾ പുറത്തിറക്കി. മാസം 1000 രൂപ വീതമാണ് ഒരു വർഷത്തേക്ക് ലഭിക്കുക. പ്രജ്വല എന്നാണ് പദ്ധതിയുടെ പേര്. എംപ്ലോയ്മെൻറ്റ് ഡയറക്ടറേറ്റാണ് പദ്ധതി നടപ്പാക്കുന്നത്. employment.kerala.gov.in എന്ന പോർട്ടൽ വഴി ഓരോ വർഷവും അപേക്ഷിക്കണം. അതുപോലെ അപേക്ഷിക്കുന്ന വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയാകണം. 30 വയസ്സ് കവിയരുത്. +2 VHC ITI ഡിപ്ലോമ ഡിഗ്രി വിജയത്തിനു ശേഷം നൈപുണ്യ കോഴ്സുകൾ പഠിക്കുന്നവരോ ജോലിക്കോ മത്സര പരീക്ഷയ്ക്കോ തയ്യാറെടുക്കുന്നവരോ ആണ് ഇതിന് അർഹരായിട്ടുള്ളത്. അതുപോലെ സംസ്ഥാനത്ത് സ്ഥിരതാമസക്കാരായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിലേറെയാകരുത്. കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിൻ്റെയോ കീഴിൽ സ്ഥാപനങ്ങളിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവരോ PSC അടക്കമുള്ള റിക്രൂട്ടിംഗ് ഏജൻസികളിൽ അപേക്ഷിച്ച് മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം. അർഹരായ ആദ്യത്തെ 5 ലക്ഷം പേർക്കാണ് സ്കോളർഷിപ്പ് നൽകുക. അപേക്ഷ ലഭിക്കുന്ന മുൻഗണനാക്രമം നോക്കിയാണ് അനുവദിക്കുക. മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നവരാകരുത്. അതുപോലെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ട് വേണം. സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം സമർപ്പിക്കണം. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ അതിൻ്റെ രേഖകളും ഹാജരാക്കണം. അടുത്ത അറിയിപ്പ്, വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ഫീസിൽ വ്യാപക മാറ്റങ്ങളുമായി റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മന്ത്രാലയം. 15 വർഷത്തിൽ കൂടുതലുള്ള വാഹനങ്ങളിൽ നിന്ന് നേരത്തെ തന്നെ അതോറിറ്റി ഉയർന്ന ഫീസ് ഈടാക്കിയിരുന്നു. ഇത് 10 വർഷമായി കുറച്ചു. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ 5ാം ഭേദഗതി പ്രകാരം എത്രയും വേഗം പുതുക്കിയ നിരക്ക് നടപ്പിലാക്കാനുള്ള തീരുമാനത്തിലാണ് അധികൃതർ. 3 പുതിയ കാലാവധികളുടെ അടിസ്ഥാനത്തിലാണ് വാഹനങ്ങളെ വേർതിരിച്ചിരിക്കുന്നത്. 10, 15 വർഷം, 15, 20 വർഷം, 20 വർഷത്തിന് മുകളിലുള്ളവ. പുതിയ നിരക്കുകൾ ഇരുചക്ര വാഹനങ്ങൾ, മുച്ചക്ര വാഹനങ്ങൾ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, ഹെവി മോട്ടോഴ്സ് വാഹനങ്ങൾ എന്നിവയ്ക്ക് ബാധകമായിരിക്കും. പുതിയ നിരക്കുകൾ ഒന്ന് പരിശോധിക്കാം. മോട്ടോർ സൈക്കിൾ 400 രൂപ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ 600 രൂപ. അതുപോലെ മീഡിയം ഹെവി കൊമേഴ്സ്യൽ വാഹനങ്ങൾക്ക് 1000 രൂപ. വാഹനങ്ങൾക്ക് 10 വർഷമാകുമ്പോൾ ഈ നിരക്കുകൾ ബാധകമാകും. 20 വർഷത്തിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് ഉയർന്ന ബാധ്യതയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹെവി കൊമേഴ്സ്യൽ വാഹനങ്ങൾക്ക് 2500 ആയിരുന്നു. ഇപ്പോൾ അത് 25,000 രൂപ ആക്കി ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ മീഡിയം കൊമേഴ്സ്യൽ വാഹനങ്ങൾക്ക് ആദ്യം 1800 ആയിരുന്നു. ഇപ്പോൾ അത് 20,000 രൂപ ആക്കിയിട്ടുണ്ട്. 3 വീലേഴ്സിന് 7000 രൂപ. ഇരുചക്ര വാഹനങ്ങൾക്ക് 2000 രൂപ. നേരത്തെ ഇത് 600 രൂപയായിരുന്നു. മുമ്പ് 15 വർഷം കഴിഞ്ഞ എല്ലാ വാഹനങ്ങൾക്കും ഏകീകൃത ഫീസായിരുന്നു. പുതിയ തീരുമാനമനുസരിച്ച് കാലപ്പഴക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോന്നും വേർതിരിച്ചിട്ടുണ്ട്. സുരക്ഷയും പരിസ്ഥിതിയും കണക്കിലെടുത്താണ് മന്ത്രാലയത്തിൻ്റെ നിരക്ക് വർധന എന്ന് അവകാശപ്പെടുന്നു.